കോടിക്കണക്കിന് രൂപ കടബാധിതനായി മാറിയാൽ എന്താ ചെയ്യാ? നമ്മൾ മരണത്തെ ആഗ്രഹിച്ചു പോകൂലേ? പലരും ചോദിക്കുന്നത് അതിന് പരിഹാരം എന്താ? വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം ഉള്ളതാണല്ലോ. എല്ലാത്തിനും ഇസ്ലാമിൽ പരിഹാരം ഉണ്ടല്ലോ. ഉണ്ട്. കാരുണ്യത്തിന്റെ പ്രവാചകം പറയുകയാണ്, അതേ ബുഖാരിയും മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്യുകയാണ്, അനസ് തങ്ങളെ തൊട്ട്, ലാ യതമന്നയന്ന അഹദുകും ലിൽഉർരിൻ ലാ യതമന്നയന്ന അഹദുകുൽ മൗത ലിൽഉർരിൻ അസാബഹു. ഒരു വിപത്ത് വരുമ്പോൾ മരണത്തെ കൊതിക്കല്ലേ, മരണത്തെ നീ കൊതിക്കല്ലേ, മരിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കല്ലേ. പക്ഷേ നിനക്ക് വന്ന പരീക്ഷണങ്ങൾ നിന്നെ അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ, നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ വന്നാൽ, കനം നിന്നെ ഇട്ടുമൂടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ നീ ദുആ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. പടച്ചവനെ, ജീവിതമാണ് ഖൈറെങ്കിൽ എനിക്ക് നല്ലപോലെ ജീവിക്കാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അതല്ല മരണമാണ് ഖൈറെങ്കിൽ ഈമാനോടെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനെ. ഇതാണൊരു സത്യവിശ്വാസി കടം.